എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്റ്റീസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മുളക് പൊടി ചേർക്കാത്ത സ്പെഷ്യൽ ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. കുക്കറിലേക്ക് ഇറച്ചി, 2 സവാള ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക് നെടുകെ പിളർന്നത്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, കറിവേപ്പില, മല്ലിയില, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. വെള്ളം അല്പം പോലും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇളക്കി കഴിയുമ്പോഴും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി ഒരു കുക്കറിൻ്റെ മൂടി കൊണ്ട് അടച്ച് വെച്ച് 5 or 6 വിസിൽ കേൾക്കുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കുക. തണുത്തതിന് ശേഷം കുക്കർ തുറന്ന്, നമ്മൾ വെള്ളം ഒട്ടും ഒഴിച്ചു കൊടുത്തില്ലായിരുന്നു, പക്ഷേ ഇറച്ചിയിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. നന്നായിട്ട് ഒന്ന് വഴറ്റി ഇതിൻ്റെ വെള്ളമയമെല്ലാം ഒന്ന് കളഞ്ഞെടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കരുത്. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. വെള്ളമെല്ലാം മയമെല്ലാം മാറിയിട്ടുണ്ട്. നമുക്കിനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കുക. അതിലേക്ക് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി നന്നായി രീതിയിൽ വഴറ്റണം. എന്നാലേ ഈ ഇറച്ചിക്ക് നന്നായിട്ട് ടേസ്റ്റ് വരികയുള്ളൂ. നന്നായിട്ട് വഴറ്റി ഏകദേശം ഈ പരുവാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെള്ളമയമൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന ഇറച്ചി നമുക്ക് ഈ പാനിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് അടിയിൽ പിടിക്കരുത്. അടിയിൽ പിടിച്ച് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇറച്ചിയുടെ ടേസ്റ്റ് കുറഞ്ഞു പോകും. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക. നാരങ്ങ നീര് തന്നെ വേണമെന്നില്ല, വിനാഗിരി ഒഴിച്ചാലും മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. നന്നായിട്ട് ഇളക്കി കഴിയുമ്പോഴേക്കും നമ്മുടെ സൂപ്പർ സ്പെഷ്യൽ ബീഫ് ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. നിങ്ങളിതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ബീഫ് ഫ്രൈ തയ്യാറായിട്ടുണ്ട്. അടുത്തൊരു സൂപ്പർ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ ഒന്ന് എഴുതി അറിയിക്കുക. ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഒന്ന് ഫോളോ ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സൂപ്പർ ഒരു വീഡിയോയുമായിട്ട് തിരിച്ചു വരാം. നന്ദി.